ഏകദേശം നല്ല വെള്ളക്കുപ്പായിട്ടവർക്കൊക്കെ കൊളസ്ട്രോളാ. മനസ്സിലായില്ല? തിന്നാണ്ടാക്കിയ സാധനമാണെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള കാലത്ത് മൂല്യന്മാർ ഈ പണി ഒന്ന് പറയാൻ മനുഷ്യ. വെള്ളക്കുപ്പായിട്ട് നടക്കണവർക്ക് നല്ലൊരു ശതമാനം എന്താണ് പറയും, കൊളസ്ട്രോൾ അല്ലേ? ആർക്കാ കൊളസ്ട്രോൾ ഇല്ലാത്ത? അപ്പൊ എന്ത്? അപ്പൊ മൂല്യന്മാർ എന്ത് തീരുമാനിക്ക? ഈ കൊല്ലം മുതൽ മൗലൂദില്ല, കാരണം ഞമ്മക്ക് ഇനി കൊളസ്ട്രോളായി. അന്തം. ഒരു നോണ പറഞ്ഞാൽ 1000 നോണ പിന്നെ പറയേണ്ടി വരും. ഇത് തിന്നാണ്ടാക്കിയതല്ല, ഇത് തിന്നാണ്ടാക്കിയതാണ്. ഏത് തിന്ന? ഇത് കൽബിന്റെ തീറ്റയാണ്. നൂറ് മുഹമ്മദ്, അതിന് തിന്നണം. ഇവിടെ വായുണ്ട്, ഇവിടെ ചെവിയുണ്ട്, ഇവിടെ കണ്ണുണ്ട്. ഇവിടെ കണ്ണുണ്ടെങ്കിൽ ഇവിടെ ചെവി ഉണ്ടാവും, കണ്ണും ചെവി ഉണ്ടെങ്കിൽ ഇവിടെ വായു ഉണ്ടാവും. ഇവിടെ കണ്ണുണ്ട് എങ്കിൽ ഇവിടെ ചെവിയുണ്ട്, എങ്കിൽ ഇവിടെ വായു ഉണ്ട്. ഇവിടെ ഉണ്ടൊക്കെ, ഇവിടെ ഉണ്ടല്ല. അപ്പോൾ ഇവിടെ ഒരു സൽക്കാരമുണ്ട്, കൽബിന്റെ ഒരു സുപ്രവേശിച്ചിട്ടുണ്ട്. ആ സുപ്രയിൽ സൽക്കാരമുണ്ട്. ആ സൽക്കാരം എന്താ? അത് അളമത്ത് മുഹമ്മദ്, അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വലിപ്പത്തരം വാരിത്തുന്നാണ് പഠിത്തമായ. അപ്പോ ഈമാനാണ് തടിക്കും, അതിന് കൊളസ്ട്രോൾ ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈമാനാണ് തടിക്കും. ലികുല്ലി വലിൻ ലഹു ഖദമു വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ലികുല്ലി വലിൻ ലഹു ഖദമു വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. എല്ലാവർക്കും ഒരു തറയുണ്ട്. എന്റെ തറ എന്റെ വല്ലിപ്പയായ മുത്ത് മുഹമ്മദ് മുസ്തഫ, സമ്പൂർണ്ണ ചന്ദ്രനായ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അവിടെ വിളിച്ച പറഞ്ഞേ ചിന്തിക്ക. തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഈ തപ്പനമട്ടൽ കൊണ്ട് വലിയ തൂക്കുമരൊക്കെ ഉണ്ടാക്കി കയറൊക്കെ റെഡിയാക്കിയിട്ട് ഹുബൈബിനോട് അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഹുബൈബ് ഞങ്ങൾ വെറുതെ രക്ഷപ്പെടുത്തി വിടാം, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ തൂക്കുമരത്തിൽ കിടക്കുന്നത് എനിക്ക് പകരം മുഹമ്മദ് ആയിരുന്നെങ്കിൽ ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് നീ നിന്റെ വായോണ്ട് വെറുതെ പറഞ്ഞാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. അത് ഏതായാലും നടക്കണ കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. എന്നാലും ഇത് എനിക്ക് പകരം നിങ്ങൾ മുഹമ്മദിനെ ഇവിടെ തൂക്കിലേറ്റുകയാണെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് നീ എന്റെ വായോണ്ട് പറഞ്ഞാൽ എന്നെ വെറുതെ വിടും, എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം, മദീനയിലേക്ക് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്ന എന്താണ്? എന്റെ ഹബീബിന്റെ കാൽപാദത്തിനിടയിൽ ഒരു മുള്ളു തറച്ചു എന്ന ഒരു വാർത്ത കേൾക്കാൻ പോലും എന്റെ മനസ്സിന് കരുത്തില്ല. തൂക്കിക്കൊല്ലല് പോകട്ടെ, നിങ്ങൾ എന്നെ എങ്ങനെ കൊന്നാലും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. തൂക്കിക്കൊല്ല്, വെട്ടിക്കൊല്ല്, കഷ്ണായിട്ട് മുറിച്ചു കൊല്ല്, എങ്ങനെ എന്നെ നിങ്ങൾ കൈകാര്യം ചെയ്താലും കൊന്നുകളഞ്ഞാലും ലാ ഉബാലി, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷേ എന്റെ ഹബീബായ റസൂലിന്റെ കാൽപാദത്തിനടിയിൽ ഒരു മുള്ളു തറച്ചു എന്ന വാർത്ത കേൾക്കാൻ ഹുബൈബിന്റെ മനസ്സിന് കരുത്തില്ല. അതെനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അന്ന് അബൂ സുഫിയാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് വളരെ പ്രസിദ്ധമാണ്. ഇത് കേട്ടിട്ട് അബൂ സുഫിയാൻ പറഞ്ഞ വാക്ക്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ മാ യുഹിബ്ബു അസ്ഹാബ് മുഹമ്മദിൻ മുഹമ്മദാൻ. മുഹമ്മദിന്റെ ആളുകൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരാളുകൾ വേറൊരാളെ സ്നേഹിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ